നമസ്കാരം. സൂര്യ ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സെല്ലുലോയിഡിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ തിയേറ്റേഴ്സിൽ സക്സസ്ഫുൾ ആയിട്ട് ഐഡൻറ്റിറ്റി എന്ന മലയാള ചിത്രം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഐഡൻറ്റിറ്റിയിലെ ഭൂലോകം സുന്ദരം എന്ന് പറയുന്ന ഒരു പ്രൊമോ സോങ് ഇപ്പോൾ യൂട്യൂബിൽ ട്രെൻഡിങ് ആണ്. ഭൂലോകം സുന്ദരം എന്ന ആ ഗാനത്തിൻ്റെ ലിറിസിസ്റ്റ് ആൻഡ് സിംഗർ ആയിട്ടുള്ള രജത് പ്രകാശ് ആണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ്. ഹായ് രജത്, വെൽക്കം ടു സെല്ലുലോയിഡ്. അപ്പോൾ കമൻറ്റ് ബോക്സ് മൊത്തം രജത് ഫാൻസ് കൊണ്ട് ഫ്ലഡഡ് ആണ്. എന്താണ് യുവർ എക്സാക്ട് ഇമോഷൻ? ഇപ്പോൾ അടുത്ത ആൽബം വർക്കാണ് എൻ്റെ ഒരു ആങ്സൈറ്റിയിലാണ് നിൽക്കുന്നത്. എൻ്റെ ഒരു ഹൈ 2 ദിവസം മുമ്പ് പിടിച്ചു. ഞാനിപ്പോൾ പ്രൊമോട്ട് ചെയ്ത് പോകണം. ഇല്ല, ഇങ്ങനെ ഒരു വർക്കിൻ്റെ ഹൈ ഇതല്ല, ഇനിയും കയറാണ്ട് ട്രാക്ക്. എനിക്ക് ആ ട്രാക്കിൻ്റെ അതിൻ്റെ ലിറിക്കൽ തീമും പരിപാടികളൊക്കെ ആൾക്കാർ എത്തിയിട്ടില്ല. അപ്പോൾ അത് ചർച്ച ആയിട്ടില്ല, അതിലേക്ക് എത്തണേ ഉള്ളൂ. പ്രോസസ്സിലാണ് ഇപ്പോഴും. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഹൈ വരണേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ ഇറ്റ്. പാട്ടിനോട് ഭയങ്കര ഇഴുകി ചേർന്ന് നടക്കുന്ന സീൻസ് ആണ് ഉള്ളത്. അതും നമ്മൾ ഈ അടുത്ത ഇടയ്ക്ക് എങ്ങും മലയാളത്തിൽ കാണാത്ത ഒരു ഔട്ട് ഓഫ് ദി ബോക്സ് സംഭവമാണ്. എങ്ങനെയാണ് രജത്തപ്പം ആ ഒരു കോൺസെപ്റ്റിലേക്ക് വന്നത്? എനിക്ക് എൻ്റെ അടുത്ത് ജേക്ക് സെറ്റിനാണ് ആദ്യം കൊണ്ട് മെസ്സേജ് അയച്ചത്. എൻ്റെ അടുത്ത് ഇങ്ങനെ ലിറിക്സ് ചെയ്താമോ എന്ന് ചോദിച്ചു. എനിക്ക് ആ സമയത്ത് ലിറിക്സ് വേറെ ആൾക്ക് എഴുതി കൊടുക്കുക. ഞാൻ എൻ്റെ പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ ഞാൻ തന്നെ എഴുതാറ്. പക്ഷെ വേറെ ആൾക്ക് എഴുതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ഒരു മീറ്ററിൽ പ്രസ്റ്റിൽ പിടിച്ച് ഇങ്ങനെ എഴുതാൻ അതൊന്നും എനിക്ക് പറ്റുന്നുള്ള ചേട്ടാ നോക്കാം എന്നൊക്കെ പറഞ്ഞു. അവിടെ പറഞ്ഞാൽ ഒരു ട്രൈ നോക്ക്. അപ്പോൾ ട്രാക്ക് എനിക്ക് അയച്ചു തന്നിട്ടില്ല. എനിക്ക് ട്രാക്ക് അയച്ചു തന്നു. ഞാൻ ആ ദിവസങ്ങളിൽ ഇച്ചിരി ഇമോഷണലി കുറച്ച് ഡൗൺ ആയിരുന്നു. എനിക്കങ്ങനെ ഇടയ്ക്കൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. ഇങ്ങനെ എനിക്കൊരു പ്രോപ്പറായിട്ട് പറയപ്പെടുന്ന എനിക്കൊരു ഫാമിലി ഇല്ല, ഒരു കുടുംബമില്ല, അങ്ങനത്തെ ഒരു ഫീലും. എനിക്ക് എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സായിട്ടൊക്കെ ചെറുതായിട്ടൊക്കെ ചെറിയ അടിയും പരിപാടി കടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ കുടുംബമായിട്ടാണ് എൻ്റെ ഫ്രണ്ട്സിനൊക്കെയാണ്. അപ്പോൾ ആ പോയിന്റിൽ പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുകയും ചെയ്തു, ഇത് പടത്തിൽ ടോവിനോൻ്റെ ഫാമിലീനെയും റെപ്രസെൻ്റ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു പാട്ടാണ്. ആക്ച്വലി പാട്ടിൻ്റെ ഒരു വേർഷൻ, ഫീമെയിൽ വേർഷൻ ഇതന്നെ ലിറിക്സ് വെച്ചിട്ട് വേറൊരു പ്രൊഡക്ഷനിൽ പടത്തിലുണ്ട്. ഈ പാട്ട് ഭൂലോക സുന്ദരം പടത്തിലുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയാണ് എന്നെ അത് എഴുതാൻ വേണ്ടി എനിക്ക് തന്നത്. അപ്പോൾ സിനിമയിൽ ഒരു പാട്ട് എഴുതാനായിട്ടാണ് ആദ്യം വിളിച്ചിട്ടുണ്ടായിരുന്നത്. ലിറിക്സ് മാത്രം. പിന്നെ സിംഗർ ഞാനല്ല, വേറൊരു ഫീമെയിൽ സിംഗറാണ് അവർ നോക്കുന്നത്. കാരണം പടത്തിൽ ഒരു ക്യാരക്ടറിൻ്റെ പെർസ്പെക്റ്റീവിൽ കൂടി പോകുന്ന പോലെയാണ്. അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു കുടുംബം ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ കുടുംബം അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. എന്തെങ്കിലും ഒരു നമ്മുടെ മനുഷ്യരെ വെച്ച് ചിന്തിക്കാൻ താല്പര്യമില്ല. ഇങ്ങനത്തെ ചില ഏരിയകളിൽ ചില കവിത എഴുതുമ്പോഴൊക്കെ വേറെ മറ്റേ പൂവ്, വണ്ട്, പായൽ, മതിൽ, അങ്ങനെയൊക്കെ ആ ഒരു ഏരിയ പിടിക്കാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ കുറേ ആലോചിച്ചു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു പട്ടിയൊക്കെ ഉണ്ട്. ഞാൻ പട്ടിയുടെ പെർസ്പെക്റ്റീവ് പിടിച്ചാലോ, പട്ടി എങ്ങനെയാണ് കാണുന്നത് കിട്ടില്ല. അവസാനം എനിക്കിങ്ങനെ തോന്നി ദേശാടന പക്ഷികളുടെ ഒരു പെർസ്പെക്റ്റീവ് പിടിക്കാം. അവരൊരുമിച്ചാണല്ലോ പഠിക്കണം, കുടുംബമായിട്ടാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ ലിറിക്ക് ഇനി വായിച്ച് കഴിഞ്ഞാൽ കിട്ടും. ഒരു ദേശാടന പക്ഷികളിൽ ഒരു കിളി ബാക്കിയുള്ള കിളിയോട് ഇങ്ങനെ പറഞ്ഞാണ്, ഇങ്ങനെ നമ്മൾ കുറേ ദൂരം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ മഴയൊക്കെ വരും. മഴയൊക്കെ ഒന്ന് വിട്ടായാലും കുഴപ്പമില്ല, നമുക്ക് നിൽക്കാൻ പൂങ്കാവനങ്ങളുണ്ട്. ഇനിയിപ്പോൾ മഴ മാറിയാലും കുഴപ്പമില്ല, ആ സ്ഥലം നമുക്ക് സ്വന്തമാണ്. അപ്പം അങ്ങനത്തെ ഒരു ഏരിയയിൽ പുള്ളിക്ക് ആദ്യം കേട്ടപ്പോൾ പുള്ളിക്ക് അത് കുറച്ച് വാക്കുകളൊക്കെ ഉണ്ട്, അത് വർക്കാവുമെന്ന് അറിയില്ല എന്നുള്ളത് കൊണ്ട് പിന്നെ അർത്ഥം പറഞ്ഞ പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയി, കൊള്ളാം പരിപാടി കൊള്ളാം. അപ്പം അങ്ങനെയാണ് എനിക്ക് പാട്ടിൻ്റെ തീമിലേക്ക് എത്തിയത്. പിന്നീട് അർജുന് മുമ്പ് വേറെ ആക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ടൈമില്ല, 5 ദിവസത്തുള്ളിൽ ഔട്ട് കൊടുക്കണം. പ്രൊമോയിൽ എത്തിയിട്ടില്ല കേട്ടോ. അപ്പോഴും സിനിമയിലെ പാട്ടാണ്. സിനിമയിലെ പാട്ട് ഫീമെയിൽ സിംഗറാണ് പാടേണ്ടത്. അപ്പോൾ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ജേക്ക് ചേട്ടൻ എനിക്ക് പാടി ഒരു മെലഡി അയച്ചു തരുന്നുണ്ട്. ഇതെൻ്റെ ഒരു കഴിവ് കുറവാണ്. എനിക്ക് അതേ മെലഡീനെ ഇപ്പോൾ എന്നാണെങ്കിൽ അതൊക്കെ ആയി പോകും. എനിക്ക് കറക്റ്റ് ആ വീട്ടിൽ എഴുതാൻ അറിയാത്തതിന് പ്രശ്നമുണ്ട്. അപ്പം ഞാൻ പുള്ളി കമ്പോസ് ചെയ്തതും ഞാൻ എഴുതി കൊടുത്ത മുമ്പിൽ ഇങ്ങനെ പാടിയെടുക്കുക എന്ന് പുള്ളിക്ക് കൺഫ്യൂഷൻ അടിക്കാതിരിക്കാൻ ഞാൻ പാടി കൊടുക്കും. അപ്പം ഞാൻ എൻ്റെ വോയിസ് റെക്കോർഡ് കൊടുത്തു. പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട്, കൊള്ളാം, രേഖത്തെ പറ്റുകയാണെങ്കിൽ 1 വർഷം നമുക്ക് വേറെ ഉണ്ടാക്കാം, എന്നിട്ട് അതൊക്കെ പ്രൊമോ ആയിട്ട് ഉപയോഗിക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ തന്നെ രാത്രികളിൽ ഇങ്ങനെ 2 ദിവസമൊക്കെ സ്ഥിരം സംസാരത്തിനിടെ പറഞ്ഞു, ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ഉണ്ടായ അടിപൊളിയായിരിക്കില്ലേ എന്ന് ആലോചിച്ചൊക്കെ. അങ്ങനെ വീഡിയോ ഒക്കെ വരുന്നു, പ്രൊമോ ആയിട്ട് നമുക്ക് ഇറക്കുന്നു. അങ്ങനെ ഞാനും ആളും കൂടി ഇങ്ങനെ ബ്രെയിൻ സ്റ്റോം ചെയ്ത് അങ്ങനെ ഞങ്ങൾക്കൊരു ആഗ്രഹം വന്നു. പിന്നെ പുള്ളിയെ ഫെസിലിറ്റേറ്റ് ചെയ്ത കാര്യങ്ങൾ ആദ്യത്തെ കുറേ ആക്ടേഴ്സ് അവർക്ക് ടൈമിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അവർ ബാക്കായപ്പോഴത്തേക്കും അർജുൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ റൂമിലുള്ള അർജുനെ ചോദിച്ചു, എടാ ഇങ്ങനെ സാധനമുണ്ട്, 5 ദിവസമുള്ളൂ, പറ്റുമോ? ചെയ്യാന്ന് പറഞ്ഞു. അവൻ അപ്പോൾ തന്നെ ഏറ്റെടുത്തു. പിന്നെ അവൻ പണ്ടെന്തോ ഈ ഫ്ലെമിംഗോസിനെ വെച്ചിട്ടെന്തോ ഒരു സംഭവം പണ്ട് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ സാധനം ചെയ്തു. ഇവരിങ്ങനത്തെ എന്തോ ഒരു സിമിലർ ആയിട്ടുള്ള കോൺസെപ്റ്റ് പണ്ട് ചിന്തിച്ചിട്ടുണ്ട്. ഇതിനൊരു തീമൊക്കെ ഉണ്ട്. നിങ്ങൾ മറ്റേ
ലിറിക്കും ആ വിഷ്വലും വെച്ച് കാണുകയാണെങ്കിൽ ഇടയ്ക്ക് ചില പോർഷനിൽ ലാഡറിൽ സ്കൈയില് അപ്പൊ പറക്കാണ്. ആദ്യം ഒരാൾ ഒറ്റയ്ക്ക് പറക്കുന്നു, എന്നിട്ട് അയാൾ ഒറ്റയ്ക്ക് പോയിട്ട് ഒരു പൂങ്കാവനം കണ്ടുപിടിക്കും, എന്നിട്ട് പിന്നെയാണ് പാർട്ട്ണറിനെ കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെ ഒരു തീമുണ്ട്. അപ്പോൾ അവിടുത്തെ അത് തങ്ങണ സ്ഥലമാണ് കാറ്റിൽ. അതിൻ്റെ ഒരാൾ വീഴുമ്പോൾ കിളികളുടെ ഇടയ്ക്ക് ഇപ്പോൾ കുറേ ദൂരം കടലിലൊക്കെ ഉറക്കുമ്പോൾ അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ അവർക്ക്, ക്ഷീണിച്ചൊക്കെ വീണു പോകുമല്ലോ കിളികൾ. അപ്പം അങ്ങനെ കുറേ ഇൻസ്റ്റൻസുകൾ കാണിക്കുന്നുണ്ട് ആ വിഷ്വലിൽ. അപ്പോൾ ഭയങ്കര കറക്റ്റായിട്ട് ഞാനും ലിറിക്കും ഇവൻ്റെ കൺസെപ്റ്റും ഭയങ്കരമായിട്ട് മാച്ചായി പോയി. എൻ്റെ ടീം അടിപൊളിയാണ്, സെറ്റാക്കി. ഈ കമന്റ് സെക്ഷനിൽ ഒരു കമന്റ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ പെട്ടെന്ന് രജത് പറഞ്ഞപ്പോൾ സ്ട്രൈക്ക് ചെയ്താണ്. ഓൺലി ഹിയർ ഫോർ രജത് പ്രകാശ് എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് ഉണ്ട്, കുറെ തീയൊക്കെ ആയിട്ട്. നന്ദി, ആരാണെന്ന് വെച്ചാലും നന്ദി, നമസ്കാരം, ഇനിയും വരണം. യാ, അപ്പം ടു യുവർ എക്സ്റ്റെൻഡഡ് ഫാമിലി, ഇപ്പം നേരത്തെ പറഞ്ഞ ആ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഐഡന്റിറ്റിയിലെ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തൊരു പാടാം. രജത്തിൻ്റെ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട്. പാറിപ്പാറാൻ എന്നും കാറ്റിന് സമ്മതം, മേലെ നിന്നും കര കാണാൻ സുന്ദരം, പേമാരി പെയ്താൽ പൂങ്കാവനങ്ങളിൽ ഏകാന്തമായൊരു തണൽ മരം, അതിൽ നാവോളം നേരം തങ്ങിടാൻ പോകാം, വീണ്ടും വാനം തെളിഞ്ഞാലും അവിടം സ്വന്തം. കൺകുളിരും കാഴ്ച കാണാനായി കാത്തുവച്ച കാലം കൂട്ടില്ലേ, പന്തലിക്കും പൂമരങ്ങളിൽ പാതിപൂത്ത പാരിജാതവും, വിധിച്ചതെന്തിനെ നമുക്ക് സുന്ദരം. ഇപ്പം ഉള്ള ആർട്ടിസ്റ്റുകൾ എല്ലാവരും തന്നെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നവരാണ് ഇപ്പോഴുള്ള മ്യൂസിഷ്യൻസ്. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു സക്സസ്ഫുൾ മ്യൂസിക് ഡയറക്ടർ ആയി എന്ന് പറയാനായിട്ട് ദേ നീഡ് ടു ഡു എ ബഞ്ച് ഓഫ് ഫിലിംസ് വിച്ച് ഇസ് സക്സസ്ഫുൾ. പക്ഷെ ഇപ്പോൾ അങ്ങനെയില്ല. ഈ ഒരു കോൺസെപ്റ്റ് മാറുന്നത് മലയാളിയുടെ ടേസ്റ്റ്, മലയാളി ഇപ്പോൾ കുറച്ചും കൂടെ പല പല വെറൈറ്റി ഓഫ് ടേസ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. അത് എത്രത്തോളം നിങ്ങളെപ്പോലുള്ള ആർട്ടിസ്റ്റിന് ബെനിഫിഷ്യൽ ആണെന്നാണ് തോന്നുന്നത് രജത്തിന്? എനിക്ക് പൂർണ്ണമായും ഇപ്പോൾ ആ ഒരു വേൾഡിലേക്ക് ആൾക്കാർ വീഴേണ്ടോ അറിയില്ല. ഹിപ്പ് ഹോപ്പിനകത്ത് കുറച്ചും കൂടി ഇപ്പോൾ വേടൻ്റെ പാട്ടുകളാണെങ്കിൽ വേടൻ്റെ പൊളിറ്റിക്സ് എന്താ, വേടൻ്റെ ജീവിതം എന്താ, അതൊക്കെ എന്തോ കറക്റ്റായിട്ട് ആൾക്കാർ റിലേറ്റ് ചെയ്തിട്ട് മനസ്സിലാക്കി കേൾക്കുന്ന പോലെ കേൾക്കുന്നതുകൊണ്ടാണ് ആർട്ടിസ്റ്റിനെ കാണാൻ പറ്റുന്നുണ്ട്. മുമ്പിൽ ഒരു സ്ക്രീനിൽ വേറൊരു ക്യാരക്ടറൊന്നും വേണ്ട, ഈ ക്യാരക്ടറിൻ്റെ കഥയിലൂടെ പാട്ട് പോകുന്നു അങ്ങനെയൊന്നും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആർട്ടിസ്റ്റിൻ്റെ ചിന്ത, ആർട്ടിസ്റ്റിൻ്റെ ലൈഫും പെർസ്പെക്റ്റീവും ഒക്കെ കിട്ടുന്നുണ്ട്. അത് ഹിപ്പ് ഹോപ്പ് കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ പറഞ്ഞ കാലങ്ങളിൽ. എനിക്ക് തോന്നുന്നു വേറെ ഇതിനെയും വരാൻ പോണുള്ളൂ, ഇതിന് വലുതാകാൻ പോണുള്ളൂ തോന്നുന്നു. ആ ഒരു ഗ്രോത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പണ്ട് നിൽക്കുന്നതായിരുന്നില്ല. പണ്ട് ഒരു ഞാൻ 2012 തുടങ്ങിയതാ ഈ ട്രാക്ക് ഉണ്ടാക്കാനും പരിപാടികളുമായി. അതൊക്കെ ഭയങ്കര ഷിറ്റിയായിരുന്നു. ഒരു 2015 പരിപാടിയൊക്കെ ആയപ്പോഴാണ് കുറച്ചും കൂടി ഈ സെൻസിലേക്ക് വന്നത് എനിക്ക് വേണ്ടി എന്നുള്ള സാധനം. ആദ്യം ഇഷ്ടമാണ്, ഈ ഒരു പാട്ട് കേട്ട് ഇൻസ്പയർ ആവും, എന്തെങ്കിലും വേറെ റീസൺസ് ആണ് ഇൻസ്പയർ ആവണതിൻ്റെ, പാട്ടുണ്ടാക്കണതിൻ്റെ ഒക്കെ. എനിക്കൊരു ജേർണിയായിരുന്നു. പിന്നെ ചുറ്റുപാട് പയ്യെ മാറാൻ തുടങ്ങി, ഹിപ്പ് ഹോപ്പ് കയറാൻ തുടങ്ങി. നമ്മളും അതിനുവേണ്ടി കുറേ പണി എടുത്തിട്ടുണ്ട്. വണ്ടി തേടുക ആ ടൈമിൽ സിനിമ ട്രാക്ക് അല്ല അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കയറ്റാൻ വേണ്ടി കുറേ പരിപാടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ജോണ്ടർ ഹിപ്പ് ഹോപ്പൊക്കെ നടക്കണ ഒരു സമയത്ത് ഒരു മെലഡിയൊക്കെ ഉള്ള വേറെ എന്തോ ടൈപ്പ് ജോണ്ടറിലൊക്കെ ഉള്ള ട്രാക്ക് കയറ്റി ശ്രമിക്കുന്നുണ്ട്. ബാക്കി ജോണ്ടറിലും കയറ്റാൻ നോക്കുന്നുണ്ട്, എല്ലാം കയറട്ടെ എന്ന് വിചാരിക്കുന്നു. യെസ്, രജത്തിൻ്റെ പാട്ടുകൾ ഭയങ്കര സിമ്പിളായിട്ട് ഏതൊരു കോമൺ ആയിട്ടുള്ള ഇപ്പം റാപ്പ് മ്യൂസിക് ഒക്കെ നമ്മൾ സാധാരണക്കാർക്ക് പാടാൻ ഇച്ചിരി പാടായിരിക്കും. ബിക്കോസ് വാക്കുകൾ ഇങ്ങനെ ആർട്ടിക്കുലേറ്റ് ചെയ്തിരിക്കുന്ന രീതി അങ്ങനെയായിരിക്കും. ഇപ്പോൾ വണ്ടിനെ തേടും എടുത്തോ, നമുക്ക് എപ്പം സംഗീതം പഠിച്ചവനും പഠിക്കാത്തവനും ആർക്ക് വേണേലും പാടാൻ പറ്റുന്നൊരു പാട്ടാണ്. അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് നിങ്ങളുടെ പാട്ടിന്. അപ്പോൾ രജത്ത് എങ്ങനെയാണ്, ശരിക്കും മ്യൂസിക് പഠിച്ച ഒരാളാണോ? പഠിച്ചിട്ടില്ല, അതുകൊണ്ടാണല്ലോ എനിക്ക് പഠിക്കാത്തതുകൊണ്ട്. ഞാൻ നല്ലൊരു ആസ്വാദകനാണ്.
മ്യൂസിക് എക്സ്പ്ലോർ ചെയ്യും. അത് ഭയങ്കര എക്സ്പ്ലോറിങ് ഒന്നും അല്ല കേട്ടോ. എനിക്ക് അങ്ങനെ എൻ്റെ അടുത്ത് വരുന്ന മ്യൂസിക്കിനെ ഞാൻ മാക്സിമം അതിനെ മൊത്തം പിഴിയും. ആർട്ടിസ്റ്റ് ഇങ്ങനെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക, ചിലപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഞാൻ തന്നെ വെറുതെ ഒരു ഡിലൂഷൻ വേൾഡിലേക്ക് പോയിട്ട് അയാൾ ഇങ്ങനത്തെ ഒരു പെയിനിൽ കൂടി പോയപ്പോഴായിരിക്കും ഈ പാട്ടൊക്കെ എഴുതിയിട്ടുണ്ടാവുക. ഞാൻ ചിന്തിക്കും ഭയങ്കര ഇന്നാവും പാട്ടുകളൊക്കെ. അപ്പോൾ സിനിമകളിൽ ഇന്നാവാൻ പറ്റാറുണ്ട് ആൾക്കാർക്ക്, അതേപോലെ പാട്ടിൽ ഇന്നാവും. പാട്ട് ആർട്ടിസ്റ്റിൻ്റെ പെർസ്പെക്റ്റീവ് ഒക്കെ കാണും. ഞാൻ അങ്ങനെ ഒബ്സർവ് ചെയ്ത് ഏകലവ്യനും പരിപാടിയാണ് എൻ്റെ. ഞാൻ അങ്ങനെ പഠിച്ചെടുത്തോണ്ടിരിക്കുക, ഞാൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ ഇൻസ്പയർ ചെയ്യുന്ന കുറേ ആർട്ടിസ്റ്റുണ്ട് ചുറ്റും. അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ആദ്യം എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തേക്കുന്നത് എനിക്ക് മ്യൂസിക് പ്രൊഡക്ഷൻ വൈസ് ഒക്കെ AR റഹ്മാൻ. പിന്നെ ഒരു പോയിന്റിൽ ഞാൻ ഭയങ്കര അമിത് ത്രിവേദി ഫാനായിരുന്നു, സന്തോഷ് നാരായൺ ഫാനായിരുന്നു. പിന്നെ പുറത്ത് ടിംബലാൻഡ് എന്ന പ്രൊഡ്യൂസർ ഉണ്ട്, പുള്ളിയുടെ ബീറ്റ് പ്രൊഡക്ഷനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വീക്കെൻഡിൻ്റെ മറ്റേ ഡാർക്ക് R&B സോങ് റൈറ്റിംഗ് സ്റ്റൈലൊക്കെ ഇഷ്ടമാണ്. ഇമിനത്തിൻ്റെ എഴുത്ത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറേ പേരുണ്ട് ചോദിച്ചോണ്ട്. ഇപ്പം ഗബ്രീനെ ഇഷ്ടമാണ്, വേട്ടനെ ഇഷ്ടമാണ്, കുറേ പേര് ഇഷ്ടമാണ്, ചുറ്റുള്ള ആൾക്കാരെ കുറേ പേര് ഇഷ്ടമാണ്. ഇപ്പം രജത്തിൻ്റെ ഒരു കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് 2015 or 16 ആ സമയത്താണ് മഹാദേവ് അല്ലെ ശിവനെ പറ്റിയിട്ടൊരു പാട്ട് എഴുതിയിട്ട് അത് ഭയങ്കര ഹിറ്റായിരുന്നു. അത് ഇറ്റ് വെന്റ് വൈറൽ ഓൺ ദി ഇന്റർനെറ്റ്. അതിനുശേഷം കുറച്ചധികം നാളുകൾക്ക് ശേഷമാണ് വണ്ടിനെ തേടും ഹിറ്റാവുന്നത്. അതിനുശേഷം വീണ്ടും ഒരു കാംപീസ്, ഇപ്പം വീണ്ടും ഭൂലോകം സുന്ദരം വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പം ആ ഒരു കരിയർ ഗ്രാഫ് ഇങ്ങനെ പോകുമ്പം ആ ഒരു സ്റ്റെപ്പ് ഡൗൺ ഇറങ്ങുമ്പം എന്താണ് കീപ്പ് ചെയ്യുന്ന ഒരു മോട്ടോ? അല്ല, അത് ഡൗൺ ഇറങ്ങാന്ന് വെച്ചാൽ എനിക്കിപ്പോഴും ഞാൻ എടുക്കുന്ന ഒരു ഡിസിഷൻസും പരിപാടിയും കറക്റ്റാണെന്ന് അറിയില്ല. ഈ ശംഭോശങ്കര റീച്ച് സമയത്ത് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ കൂടെയാണ് അത് കയറിയത്. ശരിക്കും പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൻ്റെ ഒരു നല്ലൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിരുന്നു അത്. എനിക്കത് കാണാൻ പറ്റിയില്ല. എൻ്റെ ചുറ്റും ആൾക്കാർ പറഞ്ഞു കൊള്ളാം, ഇനിയിപ്പോൾ ഞാൻ ആ സമയത്ത് നാട്ടിലായിരുന്നു, അതിന് മുമ്പ് ഞാൻ ഡൽഹിയിലായിരുന്നു. ഇപ്പം നീ ചെയ്യേണ്ടത് എങ്ങനെയെങ്കിലും സിനിമയിൽ കയറി പറ്റാം നമുക്ക്. അങ്ങനെ പറഞ്ഞ് ഞാൻ ഷോർട്ട് ഫിലിംസും പരിപാടികൾ ചെയ്യാൻ തുടങ്ങി. ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞിട്ടൊക്കെ ഇറങ്ങിയ ഒരു അജിനോമോട്ടോ ഷോർട്ട് ഫിലിം ഉണ്ട്. ഷോർട്ട് ഫിലിമുകളൊക്കെ ഹിറ്റ് ആവുന്നുണ്ടായിരുന്നു. വേറെ വേൾഡ് നടക്കുന്നുണ്ട് എൻ്റെ. പക്ഷേ ഇൻഡിപെൻഡൻ്റ് വേണ്ടിയിരുന്നു. ചാനലൊക്കെ നിർത്തി, ഞാൻ ഹിറ്റായിട്ട് ചാനൽ നിർത്തിയത്. അപ്പോൾ തുടങ്ങേണ്ട സമയത്ത് തുടങ്ങിയില്ല. അപ്പോൾ അവിടെ വെച്ച് നിർത്തി. ഷോർട്ട് ഫിലിം ചെയ്യാൻ തുടങ്ങി, ആഡ് ചെയ്യാൻ തുടങ്ങി. പിന്നെ കുറേ 2-3 വർഷം ഞാൻ ശരിക്കും ആ പരിപാടിയിലായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് നെഞ്ചിൽ പഞ്ചർ കണ്ടിലൊക്കെ സംഭവിച്ചു. അപ്പം അർച്ചന 31 വേണ്ടിയിട്ട് മ്യൂസിക് ചെയ്ത സമയത്ത് അപ്പം സിനിമയിലൊരു സംഗീത സംവിധായകനായിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ഓർത്ത് ഓക്കെ മൈ ലൈഫ് ഇസ് സോർട്ടഡ് നൗ എന്നുള്ളൊരു ചിന്തയൊക്കെ അന്ന് വന്നിരുന്നു? ഇല്ല, എനിക്ക് ആ സമയത്ത് റിലേഷൻഷിപ്പിലായിരുന്നു. ഞാൻ ആ പുള്ളിക്കാർ പറഞ്ഞത് ഇതുപോലെ 5-6 പടങ്ങൾ കൂടി പിടിച്ചിട്ട് സെറ്റായിട്ട് വീട്ടിൽ വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ ഭയങ്കര സന്തോഷം നടക്കുന്ന സമയത്താണെങ്കിൽ എന്താ അപ്പുറത്ത് എന്തെങ്കിലും വേറെ ടെൻഷൻ തരാനുള്ള എന്തെങ്കിലും ഉണ്ടാവും. ഞാൻ എല്ലാം ഭയങ്കര അത്ര ഹാപ്പിനെസ്സോടെ എനിക്ക് പേഴ്സീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഈ വണ്ടരത്തേടും വേറെയാണ് ഞാൻ ആകെ കുറച്ചെങ്കിലും പീസ്ഫുള്ളായിട്ട് ഞാനത് കുറച്ച് ഗ്രാറ്റിറ്റ്യൂഡോടെ കൊള്ളാം, എന്തോ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, സന്തോഷം, ആളുകളായിട്ട് പാടുന്നുണ്ട്. വഴിയെത്തുമ്പോൾ ആൾക്കാർ കഴിഞ്ഞ ദിവസം ഒരു കടയിൽ വെച്ചിട്ട് ഒരു 10-20 പേര് പിടികൂടി തന്നെ എൻ്റെ പാട്ടൊക്കെ പാടിച്ചിട്ട് വിട്ടുള്ളൂ. ചേട്ടാ പാടിയിട്ട് പോയാൽ പറഞ്ഞിട്ട് അത് ഭയങ്കര അടിപൊളിയായിരുന്നു. അങ്ങനത്തെ സാധനമൊന്നും അതൊക്കെ എപ്പോഴൊക്കെയോ ഇങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കില്ലേ, സംഭവിക്കുമ്പോൾ രസമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു എറയിൽ ഞാൻ കുറച്ചത് എൻജോയ് ചെയ്തിട്ടുണ്ട്. പൊതുവെ എൻജോയ് ചെയ്യാൻ പറ്റാറില്ല. അർച്ചനയുടെ സമയത്തൊക്കെ ഭയങ്കര പ്രഷറായിരുന്നു. ആ സമയത്തൊന്നും മ്യൂസിക് ഡയറക്ടറായി ഈ സിനിമയുടെ പേര് അതൊന്നും ആ ഹൈയൊന്നും പിടിക്കാൻ കിട്ടിയിട്ടൊന്നുമില്ല. റിലീസിന് മുമ്പും തലേന്നും റിലീസ് കഴിഞ്ഞിട്ടും എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിസ്റ്റത്തിന് മുമ്പിൽ തന്നെയാണ്, ഉറങ്ങാണ്ട് ക്ഷീണിച്ച് തന്നെയാണ് അവസ്ഥ ആ സമയത്തൊക്കെ. എന്തായാലും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ പയ്യെ ആയാലും നടക്കുന്നുണ്ടല്ലോ ലൈഫിൽ. അപ്പം ബി ഹാപ്പി അബൌട്ട് ഇറ്റ്. ഇനി ഒരുപാട് സൂപ്പർ ഹിറ്റ്സ് ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്യുന്നു. രജത്, നമുക്ക് വേണ്ടിയിട്ട് വണ്ടിനെ തേടിനെ പറ്റിയിട്ട് ഇത്രയും സംസാരിച്ച സ്ഥിതിക്ക് ഐ നീഡ് ടു ലിസൺ ടു ഫ്യൂ ലൈൻസ് പ്ലീസ്. വട്ടം പറന്ന് പയ്യേ വന്നിട്ടേന്നുകരാമോ, സുഗന്ധം കൊണ്ട് ഞാൻ നിനക്ക് സുഖം പകർന്നിടാം. വട്ടം പറന്ന് പയ്യേ വന്നിട്ടേന്നുകരാമോ, സുഗന്ധം കൊണ്ട് ഞാൻ നിനക്ക് സുഖം പകർന്നിടാം. ഈ കൊച്ചു ഭുവനത്തിൽ ഞാൻ പൂത്തു നിൽക്കുമ്പോൾ കൂട്ടായി നീ വന്നാൽ ഞാൻ തണൽ നൽകാം. കനനത്തേരിൽ ഞാനും നീയും ഒന്നിച്ചു പോകാം. ആശകളുണ്ടെന്നാലും എന്തേ നാണിച്ചു നീയേ, നാണമല്ല ഹേ ഞാനൊരു പൂവിൻ മുട്ടല്ലേ, എന്നെ പറിച്ചെടുക്കരുതേ. വണ്ടിനെ തേടും ഞാനൊരു പൂവിൻ മുട്ട്, നീ വന്നൊന്നിരിക്കാമോ
എൻ്റെ കോമള മാമുഖത്ത് അതുള്ളൂ. താങ്ക് യു. ഇംഗ്ലീഷ് പാട്ടാണ്. ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ നമ്മുടെ സിംഗർ ആയിട്ടുള്ള രജത്തിന്റെ അടുത്തൊന്ന് ബൈ പറയുകയാണ്. ഓൺലി ടു ഇൻവൈറ്റ് ദ ഡയറക്ടർ ആൻഡ് ദ പ്രൊഡ്യൂസർ ഓഫ് ഭൂലോകം സുന്ദരം. അപ്പം ഞാൻ എന്തായാലും അർജുൻ ആൻഡ് വസീമിനെ ഇങ്ങോട്ടേക്കൊന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. എനിവേ താങ്ക് യു സോ മച്ച് രജത് ഫോർ ജോയിനിങ് അസ്. പാട്ടുകൾ പാടി തന്നതിന്, നമ്മളെ എന്റർടൈൻ ചെയ്യിപ്പിച്ചതിന് താങ്ക് യു സോ മച്ച്. സോ ഭൂലോകം സുന്ദരം എന്ന് പറയുന്ന ആ ഒരു പാട്ടിനോട് ഭയങ്കരമായിട്ട് ചേർന്ന് കിടക്കുന്ന വിഷ്വൽസ് ആണ്. ലൈക്ക് സാധാരണ നമ്മൾ പാട്ടുകൾ കാണുന്നതിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള വിഷ്വൽസ് ആണ് പാട്ടിന് കൊടുത്തിരിക്കുന്നത്. അപ്പം ആ പാട്ടുണ്ടായ ഒരു ഹോൾ സ്റ്റോറി ഒന്ന് ചെറുതാക്കി നമുക്കൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, ബേസിക്കലി രജത്ത് ജേക്സറിൻ്റെ കൂടെ ഫസ്റ്റ് ഇനീഷ്യലി പാട്ടുണ്ടാക്കി. അതിനുശേഷം വീഡിയോ പല പല രീതികളിലുള്ള ചിന്ത പോയിട്ടുണ്ടായിരുന്നു. വേറെ ഡയറക്ടേഴ്സിനെ വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ആ പ്ലാന് വർക്കാവാണ്ട് പിന്നെ നമ്മൾ വളരെ ഷോർട്ട് ടൈമിലാണ് അർജുൻ ആക്ച്വലി ഈ കോൺസെപ്റ്റ് ബിൽഡ് ചെയ്തതും പെട്ടെന്ന് തന്നെ എക്സിക്യൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് വീഡിയോ ആയിട്ട് പുറത്തിറങ്ങിയതൊക്കെ വളരെ പെട്ടെന്നായിരുന്നു. ഓക്കെ, അർജുൻ എങ്ങനെയാണ് ആ ഒരു കോൺസെപ്റ്റിലേക്ക് വന്നത്? അതിനകത്ത് നമ്മളെന്താ പറയുക, പണ്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് പോഗോല് മാഡ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലൊക്കെ ഇങ്ങനത്തെ കുറേ സീൻസും സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം എവിടെയോ കുറച്ച് നാളായിട്ട് മിസ് ചെയ്തിരുന്ന എന്തോ ഒരു സംഭവം തിരിച്ചു വന്ന പോലെ ഐ കുഡ് ഫീൽ. അപ്പം ഇല്ല, രജത്ത് എന്നോട് എനിക്ക് ഈ സോങ് അയച്ചു തരുമ്പോൾ തന്നെ ഒരു റെഫറൻസ് പോലെ ഒരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്. പിന്നെ നമുക്ക് ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ വെളിയിൽ ഇറങ്ങിയിട്ട് ഷൂട്ട് ചെയ്യുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ കംഫർട്ട് സ്റ്റുഡിയോ റൂമിൽ ഷൂട്ട് ചെയ്യുക എന്നുള്ളതുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അപ്പോൾ ഓക്കെ അതിൽ പോകാമെന്ന് വെച്ചു. അപ്പോൾ അതിൽ വെച്ചിട്ട് ഒരു കോൺസെപ്റ്റ് ബിൽഡ് ചെയ്തു. ഒരു സിനിമ എടുക്കുന്നതിനെക്കാട്ടിലും ഒരു 4 മിനിറ്റിൽ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഇത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ആ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു അർജുൻ? ഒന്നാമത് ഭയങ്കര ചെറിയ സമയം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് വർക്ക് വന്നിട്ട് 5ാമത്തെ ദിവസം എനിക്കിതിൻ്റെ ഔട്ട് കൊടുക്കണമായിരുന്നു. അപ്പോൾ എല്ലാം പെട്ടെന്ന് എന്തോ സംഭവിച്ചു. എല്ലാം പെട്ടെന്നായിരുന്നു. ഓക്കെ, പിന്നെ ഒബ്വിയസ്ലി ടീം വർക്കാണ് എന്തായാലും പറയാനുള്ളത്. ഇപ്പോൾ ഞാൻ ഈ കൺസെപ്റ്റ് പറഞ്ഞപ്പോൾ വസീംക്കയുടെ സൈഡിൽ നിന്ന് പ്രൊഡക്ഷൻ സൈഡിൽ നിന്നാണെങ്കിൽ എനിക്ക് വേണ്ട എല്ലാ ഹെൽപ്പും അവരുടെ സൈഡിൽ നിന്ന് തന്നു. എൻ്റെ DOP 2 പേരാണ് DOP ചെയ്തത്, നന്ദും ദർശനും. അവരവരുടേതായ രീതിയിൽ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് സെറ്റ് വർക്കായിരുന്നു, വലിയ പ്രൊഡക്ഷനിൽ ആദ്യ വർക്കായിരുന്നു എൻ്റെ. ഓ നൈസ്. ഓക്കെ, സോ ഇതിലിപ്പം ടൊവിനോ ആൻഡ് തൃഷയൊക്കെയാണ് മെയിൻ മൂവിയിലെ കാസ്റ്റ് വരുന്നത്. പാട്ടിൽ അവരെവിടെയും ഒന്ന് കൊണ്ടുവരിക്കാതെ ഫുൾ രജത്താണ്. ബട്ട് സ്റ്റിൽ കമന്റ് സെക്ഷൻ മൊത്തം രജത് ഫാൻസ് ആണ്. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു ഡിസിഷനിലേക്ക് വന്നത്? ഓക്കെ, വീൽ ജസ്റ്റ് ഫോർവേഡ് ഇറ്റ് വിത്ത് ദ സിംഗർ എന്നുള്ളൊരിത് വന്നേ? ദാറ്റ് വാസ് ദ പ്ലാൻ ഫ്രം ദ ഫസ്റ്റ് ഇറ്റ് സെൽഫ്. നമ്മൾ മൂവിയായിട്ട് അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ടായിരുന്നില്ല ആദ്യം ഈ സോങ് ബിൽഡ് ചെയ്തത്. അതായിരുന്നില്ല നമുക്ക് ആദ്യം കിട്ടിയ ബ്രീഫ്. നമ്മൾ രജത്തും രഹനയും വെച്ചിട്ടുള്ള ഒരു സ്റ്റോറിയാണ് മൊത്തത്തിൽ അർജുൻ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് കൂടുതലുണ്ടായിരുന്നു, കുറച്ച് സ്റ്റോപ്പ് മോഷൻ, കുറച്ച് ഈ പറഞ്ഞ പോലെ ദേശാടന പക്ഷികളുടെ ഒക്കെ വെച്ചിട്ട് കുറച്ച് വിഷ്വൽസ് ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ പിന്നെ റീപ്ലേസ് ചെയ്തതാണ് പടത്തിൻ്റെ വിഷ്വൽസ് വെച്ചിട്ട്. അങ്ങനെയാണ് ഇത് ഈ മ്യൂസിക് വീഡിയോ ബേസിക്കലി ബിൽഡ് ചെയ്തിരിക്കുന്നത്. ചിറകുകൾ താനേ നിലച്ച ഉള്ളിൽ പതിയാതെ സൂക്ഷിച്ചിടാനെന്നും മണ്ണിൽ പെണ്ണു കൂട്ടില്ലേ. നിറനീരയായി മേഘരൂപം കീറിയേതോ ദിക്കിലായി കോടമഞ്ഞുമായും നേരം വരെ കാത്തിരുന്നിടാം. പാറുമ്പോൾ കൂടെ വേണമെൻ കുടുംബം, മേലെ നിന്നു ഭൂലോകം സുന്ദരം. വസീം ഖാന്റെ ഒരു പ്രൊഡക്ഷൻ ഹൗസിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് ബിഗ് ഡോഗ്സിന്റെ ഒക്കെ അല്ലേ ഭാഗമാകാനായിട്ടുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ഹനുമാൻ കൈൻഡ് ആയിട്ടുള്ള ആ ഒരു കൊളാബറേഷൻ? ഐ തിങ്ക് IAO-യിൽ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. സോ എങ്ങനെയായിരുന്നു ആ ഒരു കണക്ഷൻ വെച്ച് തന്നെയാണോ എത്തിയത്? അല്ല, ഹനുമാനുമായിട്ടുള്ള കണക്ഷൻ വേറെയാണ്, രജത്തുമായിട്ടുള്ള കണക്ഷൻ വേറെയാണ്. നമ്മൾ ബേസിക്കലി ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യാനും അവരുടെ കൂടെ ഇരിക്കാനും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമ്മൾ. അവരുടെ വിഷ്വൽ അവർ ചിന്തിക്കുന്നത് പ്രാക്ടിക്കലൈസ് ചെയ്ത് പുറത്തു വരുത്താൻ ആണ് നമ്മുടെ ഒരു പ്രധാന താല്പര്യം. അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ.
എത്തിയത്. ഇപ്പം ബിഗ് ഡോഗ്സ് ചെയ്തപ്പോൾ അത് ഇത്രയും വലിയൊരു ഇന്റർനാഷണൽ ഗ്ലോബൽ റെക്കഗ്നിഷൻ അതിന് കിട്ടും എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ, ആ ഒരു വർക്കിന്റെ ക്വാളിറ്റി, സിൻസ് നിങ്ങൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നവരായതുകൊണ്ട് വെൻ യു ഹിയർ സംതിങ് ഓർ ഒരു സംഭവം കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വാല്യൂ അറിയുമല്ലോ. അങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? നമുക്ക് പാട്ടും വീഡിയോയും നമുക്ക് ഇഷ്ടമായിരുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് നമ്മൾ ബിൽഡ് ചെയ്തത്. അതിങ്ങനെ ഗ്ലോബൽ സ്കെയിലിൽ ഹിറ്റാകുമോ ആ രീതിയിലും നമ്മൾ ചിന്തിച്ചിട്ടില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അത് ബിൽഡ് ചെയ്ത് അത് പോസ്റ്റ് ചെയ്തു. പിന്നെ ബാക്കി മാർക്കറ്റിംഗ് ടീം ഹാൻഡിൽ ചെയ്ത് അത് ഇത്ര വലിയ ഹിറ്റായി. അവൻ്റെ പാട്ടാണത് പ്രധാനം, അങ്ങോട്ട് ഹിറ്റായി. ഓക്കെ. എന്നാണ് അർജുന് ഇപ്പം ഒരു പാട്ട് ഡയറക്റ്റ് ചെയ്തു, ആൻഡ് ഇറ്റ്സ് എ സൂപ്പർ ഹിറ്റ്. ഇനി സിനിമകളാണോ മെയിൻ എയിം? സിനിമകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫീൽഡിലേക്ക് വന്നത് തന്നെ. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു മ്യൂസിക് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി മ്യൂസിക് വീഡിയോ ആണ് ഇനി വരാനിരിക്കുന്നത്. രജത്തിൻ്റെ തന്നെ ഒരു ഹിന്ദി നിട്ടല്ല എന്ന് പറഞ്ഞിട്ട് ഒരു മ്യൂസിക് വീഡിയോ ഇനി വരാനുണ്ട്. ഓ നൈസ് നൈസ് നൈസ്. ഓക്കെ. അർജുനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയുന്നതാണ്, ബിക്കോസ് വഫനിൽ അത്യാവശ്യം ഒരു ടോക്ക് ഇൻ ടൗൺ തന്നെ ആയിരുന്നു. അതിൻ്റെ ഡയറക്ടറാണ് അർജുൻ. അപ്പം കൺഗ്രാറ്റുലേഷൻസ് ടു ദാറ്റ്. ഇനി അതേപോലെയുള്ള സിനിമകളൊക്കെ നമുക്ക് ബിഗ് സ്ക്രീനിലും പ്രതീക്ഷിക്കാൻ പറ്റുമോ? പ്രതീക്ഷിക്കാം. So both of you, thank you so much for joining us. Thank you.